പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ KU ജനീഷ് കുമാർ MLAയുടെ രോഷപ്രകടനവും ഭീഷണിയും. കാട്ടാന ചരിഞ്ഞതിൽ തോട്ടം ഉടമയുടെ സഹായിയെ വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയായിരുന്നു സംഭവം. ഇതിൽ KU ജനീഷ് കുമാർ MLA ന്യൂസ് മലയാളത്തിലൂടെ ഖേദം രേഖപ്പെടുത്തി. സംഭവത്തിൽ ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററോട് മന്ത്രി AK ശശീന്ദ്രൻ റിപ്പോർട്ട് തേടി. കാട്ടാന ചരിഞ്ഞ സംഭവത്തിൽ വനംവകുപ്പ് പ്രതി ചേർത്ത തോട്ടമുടമയുടെ സഹായിയെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തത്. ഇതിന് പിന്നാലെ സ്ഥലം MLA KU ജനീഷ് കുമാർ സ്ഥലത്തെത്തി. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് അറസ്റ്റ് ചെയ്തതിന്റെ രേഖകൾ ആവശ്യപ്പെട്ടു. മഹസർ എഴുതുന്നതേയുള്ളൂ എന്ന് പറഞ്ഞൊഴിയാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചു. ഇതോടെ രോഷാകുലനായ MLA ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വനംവകുപ്പ് ഓഫീസ് കത്തിക്കുമെന്നും വനംവകുപ്പിന്റെ ഓഫീസിലേക്ക് രണ്ടാമതും നക്സലുകൾ വരുമെന്നുമായിരുന്നു ഭീഷണി. മനുഷ്യരെ ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും പരിധികളുണ്ട്, മനസ്സിലായല്ലോ? പരിധികളുണ്ട്. അവിടെ മനുഷ്യൻ ചാകാൻ തുടങ്ങുക, ആന കയറി താന്തയിലാടി കാണിക്കാൻ തുടങ്ങിയേക്കുന്നു, പോലെന്ന് പറഞ്ഞ് കത്തിക്കും. രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും, മനസ്സിലായോ? ഇത് വിവാദമായതോടെ എല്ലാ മനുഷ്യർക്കും വികാരമുണ്ടെന്നും പറഞ്ഞതിൽ ഖേദമുണ്ടെന്നും MLA ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇത് നമുക്കും ഈ വികാരങ്ങളില്ലേ, അപ്പൊ അത് ഞാൻ ശരിയാണെന്ന് പറയുന്നില്ല. ആ ഒരു വികാര പ്രകടനമാണ് അവിടെ അന്നേരം ഉണ്ടായത്. അത് അല്പം കടന്നുപോയി, അതിൽ എനിക്കും ഖേദമുണ്ട്. MLA കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നായിരുന്നു രാവിലെ പുറത്തുവന്ന ബീറ്റ് ഓഫീസറുടെ ഓഡിയോ സന്ദേശത്തിൽ പറഞ്ഞിട്ടുള്ളത്. മൊഴിയെടുക്കാൻ വേണ്ടി മാത്രമാണ് വിളിപ്പിച്ചതെന്നും ഓഡിയോ സന്ദേശത്തിൽ പറയുന്നു. പ്രതിയെന്ന് സംശയിക്കുന്ന അയാളുടെ കൂടെ താമസിക്കുന്ന ഹിറ്റാച്ചി ഡ്രൈവറെ നമ്മൾ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചു. അങ്ങനെ പുള്ളി എന്ത് ചെയ്തു, സ്റ്റേഷനിലേക്ക് വന്ന് പുള്ളിയുടെ അടുത്ത് നിന്ന് നമ്മൾ വിവരങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പുള്ളി അതിനകത്ത്, അതായത് കേസിന് സഹായകരമാകുന്ന കുറച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തു. ആ പറയുന്ന പ്രകാരം നമ്മൾ മഹസർ തയ്യാറാക്കിക്കൊണ്ടിരുന്നതിനിടയ്ക്കാണ് ജനീഷ് കുമാർ സാറ് വന്ന് സ്റ്റേഷൻ സ്റ്റാഫിനെയും റേഞ്ച് ഓഫീസറെയും ഡെപ്യൂട്ടി സാറിനെ എല്ലാം വളരെ മോശമായി സംസാരിച്ച് സ്റ്റേഷനിൽ ജനമധ്യത്തിൽ വെച്ചിട്ടാണ്, അത്രയും പ്രവർത്തകരുടെ മുന്നിൽ വെച്ച് നമ്മൾ അവഹേളിച്ച് സംസാരിച്ച് ഈ പ്രതിയെ ഇറക്കിക്കൊണ്ടുപോയത്. സ്റ്റേഷനുള്ളിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തന്നെ പ്രതിസന്ധിയിലായി. മൊഴിയെടുക്കാൻ മാത്രമാണ് വിളിപ്പിച്ചതെന്ന ഓഡിയോ സന്ദേശത്തിലെ വാദവും പൊളിഞ്ഞു. ഔദ്യോഗിക പ്രതികരണത്തിന് DFOയും തയ്യാറായില്ല. ഇതിനിടെ KU ജനീഷ് കുമാർ MLAക്കെതിരെ വനംവകുപ്പിലെ സ്റ്റാഫുകളുടെ സംഘടന പ്രതിഷേധവുമായി രംഗത്തെത്തി. സംഭവത്തിൽ വനം മന്ത്രി AK ശശീന്ദ്രൻ റിപ്പോർട്ട് തേടി. ജനപ്രതിനിധികളുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തണമെന്ന ബോധം വേണമെന്നും ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിൽ MLA പെരുമാറുമോ എന്ന് അറിയില്ലെന്നും മന്ത്രി പറഞ്ഞു. MLA കൂടി ഉൾക്കൊള്ളുന്ന ഒരു വാർത്തയായതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷം കൃത്യമായി ഒരു അഭിപ്രായം പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് സംബന്ധിച്ച് CCFനോട് പ്രാഥമിക വിവരം നൽകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത്തരം വാർത്ത വരുന്നത് നമ്മൾ ജനപ്രതിനിധികൾ അവരെ ജനങ്ങൾ വിലയിരുത്തും എന്ന് കരുതിക്കൊണ്ട് വേണം പ്രവർത്തിക്കാൻ എന്ന് ആ സഹോദരനോട് സ്നേഹപൂർവ്വം പറയാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നത്. കാട്ടാന ചരിഞ്ഞ വിഷയത്തിലൂടെ നാട്ടിലാകെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ചില ഉദ്യോഗസ്ഥരുടെ ശ്രമമെന്ന് MLA പിന്നീട് ഫേസ്ബുക്കിൽ കുറിച്ചു. തല പോയാലും ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും പോസ്റ്റിലൂടെ MLA വ്യക്തമാക്കി. MLAക്ക് CPIM ജില്ലാ നേതൃത്വം പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങൾ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു കാട്ടാന ചരിഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജനീഷ് കുമാർ MLA എടുത്ത നിലപാട് സന്ദർഭോചിതമാണ്, ശരിയുമാണ്. CPM ജില്ലാ കമ്മിറ്റി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങൾ, മനുഷ്യരെ കൊല്ലുന്ന വന്യമൃഗങ്ങൾ, നാട് നശിപ്പിക്കുന്ന വന്യമൃഗങ്ങൾ, കൃഷി ഇല്ലാതാക്കുന്ന വന്യമൃഗങ്ങൾ, ആ വന്യമൃഗങ്ങളെ കൊല്ലണം എന്നുള്ള ആഹ്വാനം ഞങ്ങൾ നൽകിയിട്ടുള്ളതാണ്. അതിനകത്ത് എന്ത് നിയമ പ്രശ്നങ്ങൾ വന്നാലും ഞങ്ങളതിനെ നേരിടാൻ ഞങ്ങൾ തയ്യാറുമാണ്. പ്രദേശത്ത് മനുഷ്യ വന്യജീവി സംഘർഷം പതിവാണ്. പലതവണ പരാതി നൽകിയിട്ടും വനംവകുപ്പ് കൃത്യമായി ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ന്യൂസ് മലയാളം, പത്തനംതിട്ട.